ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കായലും കടലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് കായലിന്റെ അതിനടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നാനിയാണിത്, പൊന്നാനി കായൽ തീരാണ് കേട്ടോ. നല്ല വെള്ളമുണ്ട്. ലെറ്റ്സ് ഗോ. Let's go. പരന്നു കിടക്കുന്ന കായൽ അതിമനോഹരം, അതിഗംഭീരം. ഭംഗിയുള്ള സ്ഥലമാണ്. നോക്കി, ഇവിടെയാണല്ലോ ആ സ്ഥലം. നോക്കി, ഇവിടെയാണ് ആ സ്ഥലം. ഇവിടെ നമുക്ക് എന്നാലേ കടലിന്റെ അവിടെ പോയി വരാം അല്ലേ. ഇവിടെ കുറച്ച് വൈകുന്നേരം കടലിന്റെ അവിടെ പോയി വരാം. ഇവിടെ കുറച്ച് വൈകുന്നേരം വന്നിരിക്കാം. പച്ചപ്പുല്ല് കണ്ടോ, ഇവിടെയാണ് നല്ല അടിപൊളി സ്ഥലം. ഓട്ടോയില് പോവുകയാണ് അവര് കാണുന്ന ഭാഗത്തേക്ക്. ഞങ്ങൾ നടന്നു പോവാണ്. നടക്കുമ്പോ നല്ല രസം. ഇവിടെ ഇറങ്ങാൻ പറ്റിയൊക്കെ ഒരു ഭാഗമുണ്ട്. അപ്പം ഞങ്ങൾ കടലിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കുറച്ച് വൈകിട്ട് വന്നിരിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ക്ലിയർ കുറവാവില്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ കടൽ തീരത്തേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതുവഴി കായലിൻ്റെ അടുത്തേക്ക് ഒരു വഴിയുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിക്കാണ് കുട്ടികൾ. നോക്കി പോവട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൊന്നാനിയാണിത്. നോക്ക് നോക്ക്, വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്. കായലാണിത് കേട്ടോ. എവിടെ ഞണ്ട്? എവിടെ എവിടെയാടാ ഞണ്ട്? ആ ഞണ്ടിന്റെ എവിടെ? ഞണ്ടിന്റെ തോടല്ലേ അതല്ല, ഇതേ ഞണ്ടല്ല, ഇതെന്തോ ഒരു കക്കട പോലൊരു സംഭവം. മുരിന്ന് എന്തോ പറഞ്ഞിട്ട്. ആ, ചെറിയ ഞണ്ടിന്റെ കുട്ടികളല്ലേ ഓളുണ്ടാക്കി വെച്ചിരിക്കണം. ആ ഞണ്ടിന്റെ ഇതാണ്. ഇതാ ഞണ്ട് കണ്ടോ, കുഞ്ഞു ഞണ്ടുകളാണ്. ഞണ്ട് റിപ്പോർട്ടാണ്.
നല്ലോണ്ട് ഞണ്ട്, കുഞ്ഞേ ഞണ്ടുകള്. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. നിറയെ ഞണ്ടുണ്ട്. ഇത് പായലല്ലേ? ഞാൻ എടുത്തോ. വെള്ളത്തിലൊന്ന് ഇട്ടോക്ക്, അത് പൊങ്ങി കിടക്കുന്നോ. അടുത്തോ. പോരി പോരി. വെള്ളത്തിലിടാൻ എവിടെ? പോരി പോരി, അങ്ങോട്ട് പോവാ. ആ പച്ചപ്പുള്ള ഭാഗത്ത് പോവാ. പോരി. എടാ മണ്ട ചെരുപ്പ്. ചെരുപ്പെടുത്തോ, ചെരുപ്പെടുത്തോ. ആ വെള്ളത്തിന്നും കഴുക്. കടലിന്റെ അവിടെ പോവാ. സമയം ഉണ്ടാവും പൊട്ട. നല്ല ഭംഗിയുള്ള സ്ഥലാണ്. നല്ല പച്ചപ്പാണ്, ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. ആൾക്കാർക്ക് താമസം നല്ല ഭംഗിയുണ്ട്. ഇവിടെ പോര് കിച്ചും കൊണ്ട് പൊന്നാനിയാണ്. നല്ല പ്രകൃതി ഭംഗിയിട്ടുള്ള സ്ഥലമാണ്. കായലിൻ്റെ അരികിലാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കടലിൻ്റെ അവിടെ പോയിട്ട് പിന്നെ ഇവിടെ കുറച്ച് വൈകിട്ട് വന്നിരിക്കാൻ വേണ്ടി. വള്ളത്തിലല്ല, കരയിലുള്ള തോണി. നിൽക്കട്ടെ, എല്ലാവരും അതിലൊന്ന് ഇരുന്നൊന്ന് ഫോട്ടോ എടുക്കാനാണ്. ചളിയാവല്ലേ? ഇച്ചിരുന്നോ? ഇരുന്നടി, ഒരു ഫോട്ടോ എടുക്കാനാണ്. ഇത് കരയിലെ തോണിയാണ്. നല്ല പുതിയതാ. അടക്കി കുറച്ചത് വരെ. പോര് ഇങ്ങോട്ടൊക്കെ. കിച്ചൂസ് പോര്. വാ വേഗം വായടി പെണ്ണേ. ഇങ്ങോട്ട് വാ. ഇതുവരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം. അങ്ങോട്ട് പോരി. എടാ കുട്ടി ഇങ്ങോട്ട് പോരി. ഇങ്ങോട്ട് പോരെ മുത്ത. ഇങ്ങോട്ട് വാ. കുളം ഇതൊക്കെ ആ അതാണ് എടുത്തോണ്ടി. എങ്ങോട്ട്? അങ്ങോട്ട് പോണില്ല. അവിടക്ക് പിന്നെ പോവാ. അവിടക്ക് വെള്ളം കുറവുള്ള പരപ്പ നല്ല വെള്ളം. അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വെക്കാം നമുക്ക്. കടലിൽ പോവാം. കടൽക്ക് എന്തായാലും പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. ആട്ടൊക്കെ അവിടെ ആൾക്കാർ ചൂണ്ടലിടണ്. നമ്മളെ മറ്റേ സാധനം ചൂണ്ടലും കൊടുന്നോക്കാം. എന്നാ എറിഞ്ഞു നോക്കാം.
നല്ല ഭംഗിയാണ്. എന്തോ ചെടി അത് തോന്നുന്നു കേട്ടോ. കുഞ്ഞാണി ഇത് ഈ ചെടിയുടെ ഒരു കഷ്ണം എടുത്താ നല്ല ഭംഗിയുള്ളതാ. അടുത്തോ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോര്. ഏയ് ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. ഇങ്ങോട്ടൊക്കെ അതിക്ക് വീഴൂട്ടോ. അങ്ങോട്ട് പോര്. ആ മീനൊക്കെ ഉണ്ടാവും. ആ ഇതില് നല്ല മീനുണ്ടല്ലേ. ഇതിലിട്ട ചൂണ്ടല് മുണ്ടല്ലേ. ഇപ്പൊ വരട്ടെ. ഇങ്ങോട്ട് പോര്. ഇതില് നല്ല ആ അതെടുക്കാനാണ്. അങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. ചെടി കിട്ടിയോ? ആ പിന്നെയും കുളം ഉണ്ടായിക്കോട്ടെ. ഇതിലൊക്കെ നല്ലോണം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുഞ്ഞാണിയെ ആ ചെടിയോടെ ഈ ചെടി നോക്കൂ. ഇതുപോലത്തെ പൂ നോക്കൂ, എന്ത് രസാ. നല്ല ഭംഗിയുള്ള പൂവാണല്ലേ. നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടുന്ന് കുറച്ച് പുല്ലെടുക്കാം മയിലിന്. ആ കടലിൽ പോവാ. ഇങ്ങോട്ട് പോര്. തിരമാലയിൽ കളിച്ചട്ടെ. തിരമാല വരുമ്പോ ചാടി കളിച്ചട്ടെ. തിരമാല വരുമ്പോ ഞങ്ങള് ചാടി കളിച്ചട്ടെ. കടലിന് തിരമാല വരുമ്പോ കടലിന് ചാടി കളിച്ചട്ടെ. അയ്യവാ എന്റെ അമ്മ തിരമാല വരുമ്പോ ചാടി കളിച്ചയച്ചു. ഞണ്ടുകളുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഈ നിങ്ങള് ഈ പുല്ല് പറിച്ചത് ഞാൻ പുല്ല് നമ്മളെ റാബിറ്റിന് കൊടുക്കാം. നല്ല പുല്ലാണ്. ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, കിട്ടിയത് ഇവിടെ ഇട്ടോ. ഇവിടെ ഇട്ടോ, നമ്മളെ ചെടിയുടെ അടുത്തിട്ടോ. ഇവിടുന്നൊക്കെ പറിച്ചോ കുഞ്ഞോളെ. ചെടി ഈ പുല്ലെടുത്തൊക്കെ നമ്മളെ റാബിക്കുട്ടന് കൊടുക്കാം. ആ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കുഞ്ഞാണിയെ. ഇവിടുന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, നല്ലോണം കിട്ടുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചോ. റാബിക്കുട്ടനെ കൊടുക്കാം. അവിടുന്ന് എടുത്തോ. ഇവിടുന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എന്നാ എന്നാ മതി മതി. ഇതിന്റെ അടുത്തിട്ട് കടൽ തീരത്തേക്ക് പോവാം. ഇങ്ങോട്ട് പോര്. ഓ എന്ത് ഭംഗിയ അവിടെയൊക്കെ കാണാന്.
അതാ സാനി എവിടുക്കാ പോണ്? സാനി എങ്ങട്ടാ പോണ്? കിച്ചും മുത്തും ഇങ്ങോട്ട് പോര്, കുഞ്ഞോളും. ഇങ്ങോട്ടല്ല മുത്ത, ഇങ്ങോട്ട് പോരിന്റെ പിന്നാലെ പോര്. തിരിച്ചു പോവല്ലേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം, എന്നിട്ടോ പോവാ. എവിടെ? ആ അവിടെ അല്ലേ പശു. ഇങ്ങോട്ട് വാ, നിങ്ങളെ കുറച്ച് ഫോട്ടോസ് ഇവിടുന്ന് എടുക്കട്ടെ. ഇങ്ങോട്ട് വരി. കിച്ചോ, കിച്ചു ഇങ്ങോട്ട് വാ. എടാ സാനു എന്താ അത്ര അങ്ങോട്ട് തന്നെ ബൈക്കണ്? സാനു എന്താ അത്ര അങ്ങോട്ട് തന്നെ ബൈക്കണ്? ആ ആ എനിക്ക് നീ വിടുവാ. ഇവിടെയൊക്കെ നല്ല ആൾക്കാർ പിടിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്ക, അങ്ങോട്ട് വാ. നല്ല കിട്ടുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ താഴ്ച പരന്ന് കിടക്കണ കാര്യം. കായലിന്റെ അരികത്തൊരു യാത്ര.
അല്ലേ പരന്ന് കിടക്കുന്ന കായൽ, മനോഹരമായ കടലല്ല കായൽ. കായലിന്റെ അടുത്ത് കാക്കകളൊക്കെ എത്ര പ്രാവ കടലിന്റെ അവിടേക്ക് പോവാണ്. അത് പെരുന്തല്ലേ? അപ്പൊ എന്താ മീനെ മീൻ വളർത്തൽ കായൽ അതാ നിങ്ങൾ പറഞ്ഞ കൂട്ടായി അതാ ബോട്ടിലാണ് പോകണം. ബോട്ടിലാണ് പോകും. ഞങ്ങൾ പോയി അങ്ങനെ അപ്പോൾ ഞങ്ങൾ പുറത്തേക്കാണ് പോകും. ബോട്ടിൽ രണ്ടെണ്ണം കാണു പറയാ ഹോട്ടലിൽ കരുതിട്ടാ അത് വള്ളത്തിലുണ്ട് നോക്കാം
കേട്ടോ. കടൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കടൽ തീരത്ത് എത്തിയിട്ടുണ്ട്. അസ്തമയ സമയത്തേക്കാണ് കടലിന്റെ അവിടേക്ക് വന്നത്. അസ്തമയം കാണാനാണ് കടലിന്റെ അവിടേക്ക് വന്നത്. ഞങ്ങൾ കായലിന്റെ അവിടെ നിന്നത്. ആദ്യം പ്ലാന് ഇവിടെ വന്നിട്ട് പിന്നെ കായൽ തീരത്ത് പോകണമെന്നായിരുന്നു. പക്ഷെ വീഡിയോസൊക്കെ അവിടെ എത്തുമ്പോഴേക്ക് വീഡിയോസൊന്നും ക്ലിയർ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവിടെ പച്ചപ്പും നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോൾ ആദ്യം അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോരുക ചെയ്തത്. അപ്പം അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവനെ കൊണ്ടൊന്ന് അവനക്ക് പുറത്ത് പോരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ഇങ്ങോട്ട് പോര്, വല്ലാതെ അങ്ങോട്ട് പോകണ്ട. വല്ലാതെ അങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ.
നീന്താൻ പറ്റില്ല. അപ്പൊ കുട്ടികളൊക്കെ വെള്ളത്തിക്കൊന്നും അങ്ങനെ ഇറക്കണമൊന്നുമില്ല വല്ലാതെ. കാരണം എല്ലാവരും സേഫായിട്ട് മാസ്ക് ഒക്കെ എടുത്തിട്ട് തന്നെ പോന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും അവര് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് കുറെ ആയിട്ട് പുറത്തൊന്നും അല്ലാതെ അവരെയും കൊണ്ട് ദൂരത്തേക്കൊന്നും പോവാറില്ല, അടുത്തടുത്തൊക്കെ പോവാന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് പോകുന്നതാണ്. ഇന്നലെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. Okay, bye-bye. Thank you. Take care. എവിടെ ഗ്ലാസുകളൊക്കെ എവിടെ തുറക്കി ഗ്ലാസ് നമുക്ക് കുട്ടികൾക്ക് ഈ സനുക്ക് കാട്ടുന്ന ഓരോ പുച്ചി പൊച്ചു. സനു അങ്ങനെ ആക്കണ്ട. ഇതാ ഗ്ലാസ്. ഞാനും അങ്ങനെ പറഞ്ഞത് എന്റെ മുതിയറ് ഏണം വാങ്ങിയ. ഞങ്ങള് കായലിന്റെ തീരത്ത് നല്ല ചൂട് കാപ്പിയും പൊരിക്കടികളും കഴിക്കാതിരുന്നിക്കാണ്. ഉള്ളിവട, മുട്ട ബജി, ഇവിടെ പഴംപൊരി ഒക്കെ ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പഴംപൊരി എന്നെ നോക്കി ചിരിക്കുന്നത്. എടുത്തു പഴംപൊരി. പഴംപൊരി ഒരു ഉള്ളിവടയും മതി. ബാക്കിയൊക്കെ നിങ്ങളോട്ട് എവിടെ